ജപ്തിയിൽ ഇരുന്ന ഒരു വസ്തു നമ്മൾ ബിഡ് ചെയ്ത് വാങ്ങിയാൽ അതിന് പിന്നീടായി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുമോ എന്നതാണ് ഇന്ന് പലർക്കുമുള്ള സംശയം. പറ്റും, പക്ഷേ ചില നിർബന്ധമായ ഘട്ടങ്ങൾ ബാങ്ക് പരിശോധിച്ചാൽ മാത്രമേ ലോൺ അനുവദിക്കൂ. ആദ്യമായി നിങ്ങൾക്ക് ബാങ്ക് നൽകുന്ന സെയിൽസ് സർട്ടിഫിക്കറ്റും പൊസിഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇതാണ് വസ്തുവിന്റെ നിയമ ഉടമസ്ഥതയുടെ തെളിവ്. രണ്ടാമത്, ടൈറ്റിൽ പൂർണ്ണമായി ക്ലിയർ ആണോ എന്നാണ് ബാങ്ക് നോക്കുക. മുൻ ഉടമയുടെ കേസ്, കുടിശ്ശിക, സൊസൈറ്റി ഡ്യൂസ്, ടാക്സ് അരിയേഴ്സ് ഒന്നും ബാക്കിയുണ്ടാകരുത്. മൂന്നാമത്, ബാങ്ക് പുതിയ വാല്യുവേഷൻ ചെയ്യും. നിങ്ങൾ വാങ്ങിയ വിലയല്ല ബാങ്ക് കണക്കാക്കുന്ന മാർക്കറ്റ് മൂല്യമാണ് ലോൺ തുക തീരുമാനിക്കുക. നാലാമത്, എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് പൂർണ്ണമായി ശുദ്ധമായിരിക്കണം. ഒരു തടസ്സവും സ്വയം കാവും കാണിക്കരുത്. വെളിച്ചം, വെള്ളം, പ്രോപ്പർട്ടി ടാക്സ് അടക്കമുള്ള എല്ലാ കുടിശ്ശികകളും നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. ഈ ഘട്ടങ്ങൾ എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഓപ്ഷൻ പ്രോപ്പർട്ടിനും ഹോം ലോൺ, മോർഗേജ് ലോൺ അല്ലെങ്കിൽ ബിസിനസ് ലോൺ എടുക്കാൻ സാധിക്കും. കൃത്യമായി പരിശോധിച്ചാൽ ജപ്തി ചെയ്ത വസ്തു വാങ്ങിയിട്ടും ഭാവിയിൽ വലിയ ലോൺ ഫെസിലിറ്റീസ് ലഭിക്കാൻ സാധിക്കും. കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളുടെ സാമ്പത്തിക ചിന്തകൾക്ക് ശക്തി നൽകാൻ. പുതിയ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.